5+ മിനിറ്റ് കൊണ്ട് മൗദൂദിയെ പഠിച്ചാലോ? സുഹൃത്തുക്കളെ, ഹമീദ് കാരാടാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപക നേതാവായ അബുല്ലാല മൗദൂദി 1903 ഹൈദരാബാദിൽ ജനിച്ചു. 6 വയസ്സ് മുതൽ 9 വയസ്സ് വരെ വീട്ടിൽ നിന്ന് ട്യൂഷൻ, പിന്നീട് 3.5 വർഷക്കാലം ഉറുദു മീഡിയം സ്കൂളിലെ പഠനം. അതോടുകൂടെ പഠനം കഴിഞ്ഞു. വീട്ടിലെ കൂടിയ ദാരിദ്ര്യവും പ്രശ്നവും ഉപ്പൻ്റെ അസുഖമൊക്കെ കാരണം പിന്നീട് മൗദൂദി ജോലി അന്വേഷിച്ച് നടന്നു. ഒരു പത്രക്കമ്പനിയിൽ ജോലി കിട്ടി. ജോലിക്കിടയിൽ എഴുതാനുള്ള അവസരങ്ങൾ വരുന്നു. പിന്നീട് പത്രപ്രവർത്തകനാകുന്നു. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം പരന്ന വായന നടത്തുന്നു. കമ്മ്യൂണിസ്റ്റ് നിരീശ്വര നിർമ്മിതവാദികളുടെ പുസ്തകങ്ങൾ വായിക്കുന്നു, അവരുമായി കൂട്ടുകൂടുന്നു. അങ്ങനെ മൗദൂദി ഇസ്ലാമിൽ നിന്ന് അകന്നു ഒരു യുക്തിവാദിയായി മാറി. പിന്നീട് പരിഷ്കാര ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. മുടി ക്രോപ്പ് ചെയ്തു, താടി മീശയൊക്കെ ക്ലീൻ ഷേവ് ചെയ്തു, അങ്ങനെയൊക്കെ ജീവിക്കുന്നുണ്ട്. പിൽക്കാലത്ത് മൗദൂദി കല്യാണം കഴിച്ചത് പോലും ഒരു പരിഷ്കാരി പെണ്ണിനെയാണ്. ഒരു ചരിത്രത്തിൽ കാണാം, അക്കാലത്തെ ഡൽഹിയിലെ വലിയ വെട്ടിപ്പലിശക്കാരനായ കുടുംബത്തിൽപ്പെട്ട ഒരാളുടെ മകളെയാണ് കല്യാണം കഴിക്കുന്നതെന്ന്. ആ സ്ത്രീ പറയുന്നുണ്ട്, ഞാൻ അന്ന് പർദ്ദ ധരിക്കാറില്ല, ഞാൻ മൗദൂദിക്ക് താടില്ലായിരുന്നു, ഞങ്ങൾ പരിഷ്കാരി കുടുംബമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഇരിക്കട്ടെ. മൗദൂദി പിന്നീട് എഴുത്ത് തുടങ്ങി, പുസ്തകങ്ങൾ ഇറക്കാൻ തുടങ്ങി. ആ പുസ്തകങ്ങൾ മുഴുവൻ ഉറുദുവിലാണ്. അറബിയിൽ ഒരു പേജ് പോലും എഴുതാൻ, ഒരു പുസ്തകം പോലും ഇറക്കാൻ മൗദൂദിക്ക് ഭാഗ്യം കിട്ടിയില്ല. മൗദൂദിക്ക് അറബി അറിയില്ലായിരുന്നു എന്നാണ് ചരിത്രം. മൗദൂദിയുടെ കാലഘട്ടത്തിൽ ഇറങ്ങിയ അല്ലർബ് പത്രം പ്രത്യേകം പറയുന്നുണ്ട്, മൗദൂദിക്ക് അറബി അറിയില്ലായിരുന്നു. മൗദൂദി ഉറുദു പരിഭാഷകളുടെ സഹായം കൊണ്ടും അറബി അറിയാവുന്നവരെ കൊണ്ട് ഉപയോഗപ്പെടുത്തിയിട്ടാണ് മൗദൂദി അറബി കൈകാര്യം ചെയ്തിരുന്നതെന്ന് യൂസുഫുൽ ബിന്നൂരി എന്ന പാകിസ്ഥാനിൽ അറിയപ്പെട്ട പണ്ഡിതൻ പറയുന്നുണ്ട്. മൗദൂദി സമകാലികനാണ്, മൗദൂദിക്ക് അറബി അറിയില്ലെന്ന് പറയുന്നുണ്ട്. പല പണ്ഡിതന്മാർ റിപ്പോർട്ട് ചെയ്ത വിഷയമാണ്. അതുകൊണ്ട് തന്നെ മൗദൂദിക്ക് അറബിയിലെ എഴുത്തോ രചനയോ അവഗാഹങ്ങളോ അവതാരികകളോ പ്രബന്ധങ്ങളോ പ്രസംഗങ്ങളോ ക്ലാസ്സുകളോ ഒന്നുമില്ല എന്ന് മാത്രമല്ല, മൗദൂദി ആരിൽ നിന്ന് പഠിച്ചു എന്ന് പോലും പറയാൻ ജമാഅത്ത് ഇസ്ലാമിക്കാർക്ക് പറ്റുന്നില്ല എന്ന് മാത്രമല്ല, മൗദൂദിയുടേതായ ശിഷ്യന്മാർ, മൗദൂദി അറബി പഠിപ്പിച്ചതോ കിതാബ് പഠിപ്പിച്ചതായ ഒരു ശിഷ്യന്മാരും ഇല്ലതാനും. മൗദൂദി ഒരു ഇസ്ലാമിന് സംഭാവന എന്ത് ചെയ്തു വെച്ചാൽ ഇതുപോലെ മൗദൂദിയുടെ വീക്ഷണങ്ങളായ കുറെ ഉറുദു പുസ്തകങ്ങൾ ഉണ്ടെന്നല്ല, ഇതിനപ്പുറത്തേക്ക് ഇസ്ലാമിന് പ്രത്യേകിച്ചൊന്നുമില്ല. ഒരു സ്ഥാപനങ്ങളോ സംവിധാനങ്ങളോ ഇസ്ലാമിക ലോകമൊന്നും കെട്ടിപ്പടുക്കാൻ മൗദൂദിക്ക് സാധിച്ചിട്ടില്ല. മൗദൂദി പുസ്തകങ്ങളാവട്ടെ ഒക്കെ തലതിരിഞ്ഞതാണ്. എന്ന് വെച്ചാൽ മൗദൂദിയുടെ സ്വന്തമായ വീക്ഷണങ്ങൾ, ഇൽമുൽ കലാമിലും ഫിഖിലുമുള്ള വീക്ഷണങ്ങളാണ് പുസ്തകങ്ങളിലൊട്ട് മിക്കവും. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക മുൻകാലത്തുള്ള പണ്ഡിതന്മാരെ, ഇമാമിയങ്ങളൊക്കെ മൗദൂദി അതിയായി ആക്രമിച്ചിട്ടുണ്ട്. അവരിൽ സ്വഹാബത്തിന്റെ ശിഷ്യന്മാരും അവരെ പിൽക്കാലത്ത് 1-ാം നൂറ്റാണ്ട് 2-ാം നൂറ്റാണ്ടിലുള്ള ഇസ്ലാമിക ലോകത്തെ ഉള്ള മഹാന്മാരെ മൗദൂദി അവര് ഇസ്ലാമിന്ന് പുറത്താണ്, അവർ ജാഹിലിയത്തിലാണെന്നൊക്കെ വാദിക്കുന്നുണ്ട്. മാത്രമല്ല, മൗദൂദി ഉസ്മാൻ റളിയല്ലാഹു അൻഹു പോലും കടന്നാക്രമിക്കുന്നുണ്ട്. ഇങ്ങനെ ലോക മുസ്ലിമീങ്ങൾ മുഴുവൻ ലോക രാജ്യങ്ങൾ, മുസ്ലിം രാജ്യങ്ങൾ മുഴുവൻ കുഫറിലേക്ക് പോയെന്നൊക്കെ മൗദൂദി പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ യൂസുഫുൽ കർളാവി മൗദൂദിയെ വിമർശിച്ച് എഴുതുന്നുണ്ട്. യൂസുഫുൽ കർളാവി എന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ സഹോദര പ്രസ്ഥാനമായ ബ്രദർഹുഡിന്റെ ഹെഡാണ്. യൂസുഫുൽ കർളാവി പറയുന്നത്, ഇസ്ലാമിക ചരിത്രത്തെ തീർത്തും തെറ്റായി വ്യാഖ്യാനിച്ച ചില ആളുകളുണ്ട്, അവരുടെ ആ സ്രോതസ്സിന്റെ അവരുടെ ഇരയായി പോയി മൗദൂദി. അതാണ് മൗദൂദിക്ക് പറ്റിയ അപകടം എന്ന് പറയുന്നുണ്ട്. മൗദൂദിയുടെ 45 വയസ്സ് വരെയുള്ള എഴുത്തുകളെ കുറിച്ച്, ഭൂരിഭാഗം പുസ്തകങ്ങൾ അപ്പോഴാണ്, ആ പുസ്തകങ്ങളെ കുറിച്ച് കർളാവി പറയുന്നുണ്ട്, മൗദൂദിക്ക് അനുഭവജ്ഞാനം കുറഞ്ഞ, പക്വതയില്ലാത്ത, വൈകാരിക ആവേശ തള്ളിച്ചയിലാണ് മൗദൂദി ആ പുസ്തകങ്ങളൊക്കെ എഴുതിയെന്ന് പറയുന്നുണ്ട്. ഈ മൗദൂദി ഇസ്ലാമിക വേഷമൊക്കെ കെട്ടി താടിയും തൊപ്പിയൊക്കെ ആയിട്ട് രംഗത്ത് വന്നു. 38-ാം വയസ്സിൽ 1941 ജമാഅത്ത് ഇസ്ലാമി എന്ന പ്രസ്ഥാനം ഉണ്ടാക്കുന്നു. അതും കലിമ ചൊല്ലിയിട്ട് നവമുസ്ലിമായിട്ട്, 38-ാം വയസ്സിൽ നവമുസ്ലിമായിട്ടാണ് ഇദ്ദേഹം രംഗത്ത് വരുന്നതും കൂടെയുള്ള 75ഓളം ആളുകളെ കലിമ ചൊല്ലിപ്പിച്ചുമാണ് ജമാഅത്ത് ഇസ്ലാമി ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ വേഷം കെട്ടും, ഇദ്ദേഹത്തിന്റെ ആശയാദർശ പാത്രത്തൊക്കെ മനസ്സിലാക്കിയ കൂടെയുള്ള ഭൂരിഭാഗം പേരും താമസിയാതെ ഇന്ന് ഒഴിവായി പോരുന്നു. മൗദൂദിക്ക് എതിരിൽ തിരിയുന്ന അവസ്ഥ, അനുയായികളൊക്കെ ഒഴിഞ്ഞു പോരുന്ന അവസ്ഥ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ലോക മുസ്ലിമീങ്ങള് മൗദൂദിയെ പറ്റി മനസ്സിലാക്കിയിട്ടുണ്ട്. അക്കാലഘട്ടത്തിലുള്ള പാകിസ്ഥാനിലും ഇന്ത്യയിലൊക്കെ ഉള്ള വലിയ വലിയ പണ്ഡിതന്മാർ മൗദൂദിക്കെതിരെ ഫത്വ പുറപ്പെടുത്തി
പിടിച്ചിട്ടുണ്ടായില്ല. ഇസ്ലാമിൽ നിന്ന് പുറത്താണെന്ന് പറഞ്ഞവരുണ്ട്, അദ്ദേഹത്തെ കൊന്നുകളയണമെന്ന് പറഞ്ഞവരുണ്ട്, അദ്ദേഹം പുത്തൻവാദിയാണെന്ന് പറഞ്ഞവരുണ്ട് എന്നൊക്കെ ജമാഅത്ത് ഇസ്ലാമിന്റെ പുസ്തകത്തിൽ തന്നെ കാണുന്നുണ്ട്. അത് അങ്ങനെയുള്ള ഈ തലതിരിഞ്ഞ എഴുത്തുകൾ കാരണം ജമാഅത്ത് ഇസ്ലാമിയിലും വിമർശനം ഉണ്ടായി. അമീർ പോസ്റ്റ് നിന്ന് മൗദൂദിയെ മാറ്റി നിർത്താൻ വേണ്ടി വോട്ടെടുപ്പുകൾ നടന്നിട്ടുണ്ട്. മൗദൂദിക്ക് പുസ്തക വ്യാപാരം ഒരു മത ചൂഷണമായിരുന്നു. അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ ഉറുദുവിൽ എഴുതുക, മറ്റുള്ളവരെ പലരെയും പിടിച്ചിട്ട് പല ഭാഷയിലേക്കും പരിഭാഷപ്പെടുത്തി വ്യാപകമായി വിൽപ്പന നടത്തി വരുമാനം ഉണ്ടാക്കുക. ഇപ്പോഴും ജമാഅത്ത് ഇസ്ലാമിന്റെ പരിപാടി എന്താ? പുസ്തക വിൽപ്പനയും സക്കാത്ത് പിരിവാണ്, അതാണ് വരുമാന മാർഗം. എന്നതുപോലെ അന്ന് വരുമാനത്തായിരുന്നു. അങ്ങനെ മൗദൂദി ആർഭാടായിട്ട് ജീവിച്ചു. ഇരിക്കട്ടെ, ആ മൗദൂദി മക്കളെ പോലും അതിൽ ചേർത്താത്ത മൗദൂദി അവസാനം 76 വയസ്സിൽ 1979 അമേരിക്കയിൽ വെച്ചിട്ടാണ് മരിക്കുന്നത്. മരിച്ച മൗദൂദി അവിടെ മറവ് ചെയ്യാതെ 3 വൻകരയിലൂടെ കൊണ്ടുവന്നു 4 ഫ്ലൈറ്റിൽ കയറ്റി ഇറക്കിയിട്ട് മരിച്ച 4-ാം ദിവസമാണ് വീട്ടുവളപ്പിൽ മറവ് ചെയ്യുന്നത്. അവിടെ വലിയ ദർഗമൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. മൗദൂദി യൂസ് ചെയ്ത പേന 24 ലക്ഷത്തിന് ഭയങ്കര സംഭവമാക്കി ലേലം ചെയ്തിട്ടുണ്ട്. മൗദൂദിയുടെ കിണ്ണും കണ്ണടയും ചട്ടിയും പാത്രമൊക്കെ അവിടെ പ്രത്യേകം മ്യൂസിയം എന്ന പോലെ സൂക്ഷിച്ചിട്ടുണ്ട്. വളരെ ചൂഷണമാണ്, വൈരുദ്ധ്യമാണ് മൗദൂദിയും ജമാഅത്ത് ഇസ്ലാമിയും എന്നത് ആണ് ആകത്തുക പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള എല്ലാ വിഷയങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് മീഡിയ ഓൺ എന്ന യൂട്യൂബ് ചാനലിലും ജമാഅത്ത് ഗാലറി എന്ന ഫേസ്ബുക്കിലൊക്കെ കയറിയാൽ നിങ്ങൾക്ക് വലിയ വീഡിയോ കാണാൻ പറ്റും, ഇതിൻ്റെയൊക്കെ തെളിവുകൾ കാണാം.